നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം കുട്ടികളോട് പാരന്റ്സിന് എന്തുകൊണ്ടാണ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്, ഇൻവാലിഡേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യമായിട്ട് ഇതിൽ പറയുന്നത് കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നമുക്ക് പാരന്റ്സിന് ചിന്തിക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വില്ലനായിട്ട് എപ്പോഴും വരുന്നത്. ഞാൻ ആദ്യം തന്നെ പറയാണ്, നമുക്ക് കുട്ടികളുടെ സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരോട് ദേഷ്യമുള്ളത് കൊണ്ടോ വിരോധമുള്ളത് കൊണ്ടോ ഒന്നും അല്ല പാരന്റ്സ് പലപ്പോഴും അവരെ ഇൻവാലിഡേറ്റ് ചെയ്തു പോകുന്നത്. നമ്മൾക്ക് ഭയങ്കര പേടിയാണ്, നമുക്ക് കുറെ മുൻവിധികൾ ഉണ്ടാവും, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും, ഇങ്ങനെ പറഞ്ഞു നമ്മുടെ കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ കാരണമാണ് പലപ്പോഴും ഒരേ രീതിയിൽ തന്നെ പണ്ട് പഠിപ്പിച്ച രീതിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ കണ്ടും കേട്ടും വളർന്ന രീതിയിൽ തന്നെ കുട്ടികളെ ഇന്നും എല്ലാവരും വളർത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുന്നത്. അപ്പൊ ആ ബ്ലോക്കുകളെ എങ്ങനെ നമ്മൾ ആദ്യം ടാക്കിൾ ചെയ്ത് കളയാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മളെപ്പോഴും കാര്യങ്ങളെ മുതിർന്ന ആളുകളുടെ കണ്ണിൽ കൂടെ കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങളിവിടെ സ്റ്റാർട്ട് ആവുന്നത്. കുട്ടിക്ക് ചിലപ്പോൾ ഒടിഞ്ഞു പോയ ടോയ് അല്ലെങ്കിൽ പൊട്ടിപ്പോയ ടോയ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് അതൊരു ഓൾഡ് ടോയ് ആണ്, അല്ലെങ്കിൽ ഇതുപോലെ ടോയ്ക്ക് ഇനിയും വാങ്ങിക്കാൻ പറ്റും, ഇതൊരു ബിഗ് ഡീലാണോ എന്ന് നമ്മൾ പറയും. പക്ഷെ കുട്ടികൾക്ക് അവരുടെ ഫീലിങ്സ് എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ്, അത് റിയൽ ആണ്. ഞാൻ മുമ്പത്തെ വീഡിയോ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ വാശി, അവരുടെ കരച്ചിൽ എന്ന് പറയുന്നത് അവരുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. എല്ലാ ബിഹേവിയറിന്റെ പിന്നിലും ഒരു റീസൺ ഉണ്ടാവും അവർ ചെയ്യുന്നതിന്റെ. അപ്പം നമ്മൾ ഇവിടെ ബിഹേവിയർ അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ നോക്കുന്നു. അപ്പൊ അൺലേൺ ചെയ്യേണ്ട കാര്യം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും പറയുന്നത് ഇതൊരു ചെറിയ ടോയ് ഇല്ലേ, ഇതിന് വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ നീ കരയാൻ പോകുന്നത്, ഇത് കരയേണ്ട കാര്യമൊന്നുമില്ല, മിണ്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ വേറെ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കാൻ നോക്കും. അതാണ് നമ്മൾ അൺലേൺ ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ ലേൺ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടോയ് നിനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു അല്ലെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളത്, അപ്പൊ അത് ബ്രേക്ക് ആയിപ്പോയത് ഒത്തിരി സങ്കടം വന്നൂല്ലേ നിനക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ കൂടെ ഒന്ന് ഇരിക്കാൻ നോക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നോൺ വെർബൽ ക്യൂസ് ആണ് ഇവിടെ വെരി ഇമ്പോർട്ടന്റ്. അത് നമ്മൾ കണ്ണിലും കയ്യിലും കാതിലും ഒക്കെ നമ്മൾ അതുപോലുള്ള ആക്ഷൻസ് ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നമ്മൾ അവരുടെ നഷ്ടത്തിനെ നഷ്ടമായി തന്നെ അംഗീകരിക്കുന്നു. നഷ്ടപ്പെട്ട് പോയ സാധനം തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ എഗ്രി ചെയ്യുന്നില്ലെങ്കിലും ആ നഷ്ടത്തിനെ നഷ്ടമായിട്ട് അംഗീകരിക്കുന്നു, അതിനെ നമ്മൾ കുറച്ച് കാണിക്കുന്നില്ല. ഇതാണ് അവിടുത്തെ നമ്മൾ അൺലേൺ ചെയ്യുന്നതും ലേൺ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാരന്റ്സിന്റെ ഫിയർ ആണ് കുട്ടികൾ ഭയങ്കര സെൽഫിഷ് ആയി പോകുമോ എന്നുള്ള ഒരു പേടി. അതായത് ഞാൻ നന്നായിട്ട് കുട്ടീനോട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി, അല്ലെങ്കിൽ സ്നേഹത്തിനും ബൗണ്ടറി വെച്ച് കഴിഞ്ഞാൽ, ഇനി അതും അല്ലെങ്കിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അവർ ഭയങ്കര പാമ്പേർഡായി പോവില്ലേ, അവർ വഷളായി പോവില്ലേ, അവർക്ക് കാര്യങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവാതെ അവർ ഭയങ്കരമായിട്ട് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് അവർ പോവില്ലേ, അവർക്ക് ഷെയറിങ് ചെയ്യാൻ പറ്റാതെ വരില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പോസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും പറയാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങളും വെച്ച് നീ ഒരുപാട് ആർത്തി കാണിക്കല്ലേ, അല്ലെങ്കിൽ എൻ്റെ കാലത്ത് താണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, നിന്റെ കാലത്ത് ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ നന്ദിയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അവരുമായിട്ട് അടിച്ചമർത്താൻ നോക്കും. അവരുടെ വേണം എന്നുള്ള ആഗ്രഹത്തിനെയും നമ്മൾ അടിച്ചമർത്താൻ നോക്കും. ഇവിടെ നമ്മൾ അൺലൈൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടികളോട് പറയുമ്പോൾ നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് വാശി പിടിക്കുന്നത്, ഇതൊന്നും ഇപ്പോഴാവശ്യമില്ല, എൻ്റെ കാലത്ത് ഇതൊന്നും കിട്ടിയിട്ടില്ല, നീ എന്തിനെ ഇപ്പോഴുള്ള കാര്യങ്ങളും വെച്ചിട്ട് നിൽക്കാൻ നോക്ക്, ആ ടോയ് തന്നെ വേണം എന്താ നിർബന്ധം, വീട്ടിൽ എത്ര ടോയ് ഇതുപോലത്തെ വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ റീസണിങ് അവർക്ക് കൊടുക്കാൻ നോക്കും. അതിന് പകരം ഒരു ഷോപ്പിൽ പോയി നിന്ന് അവർ ടോയ്ക്ക് വേണ്ടി കരയുന്ന സമയത്ത് നമ്മൾ ലേൺ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഫീലിങ്സിനെ അംഗീകരിക്കാൻ മാത്രമാണ്. അതായത് നിനക്ക് ഈ ടോയ് വേണമെന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, ആ ടോയ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്, നല്ല കളറാണല്ലോ, ആ ഗ്രീൻ കളർ അത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, നിനക്ക് അതുകൂട്ട് തന്നെ ടോയ് വേറെ വീട്ടിലുണ്ടല്ലേ, ഈ ടോയ് വാങ്ങിക്കാൻ വേണ്ടി നമുക്കൊരു പ്ലാൻ ചെയ്യണം, നമുക്ക് പിന്നീട് വന്നിട്ട് ഇത് കൂട്ടരണം വാങ്ങിക്കണം, നമുക്ക് ഈ കടക്കാരനോട് ചോദിച്ചാലോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ടോയ് ഉണ്ടാവുമോന്ന്, അപ്പോഴേക്കും നിനക്ക് കുറച്ച് കാശുണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്, ഈ ടോയ് നമ്മൾ ഇപ്പൊ വാങ്ങിക്കുന്നില്ല, എനിക്കറിയാം നിനക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ടോയ് എന്ന്, നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം, നല്ല രസമുണ്ട് ഈ ടോയ്, ഇത് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നേനെ, പക്ഷെ ഇന്നത്തെ കാര്യം നമ്മൾ ഈ ടോയ് വാങ്ങിക്കുന്നില്ല, അവരുടെ ആഗ്രഹത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, പകരം നിങ്ങൾ ആ കുട്ടിക്ക് ആ ടോയ് വാങ്ങിച്ചും കൊടുക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് കരയാണ്, ഒരു രക്ഷയില്ല, 5-10 മിനിറ്റ് ആയിട്ട് വാശി പിടിക്കുന്ന കുട്ടീൻ്റെ അടുത്ത് നമ്മൾ ലാസ്റ്റ് അങ്ങ് തോറ്റു കൊടുക്കും. നമ്മൾ എന്നിട്ട് ആ ടോയ് വാങ്ങിച്ച് വീട്ടിൽ വരും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയൊരു പവർ സ്ട്രഗിൾ ഉണ്ടായി നമ്മൾ തോറ്റു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പവർ സ്ട്രഗിളിൽ ശരിക്കും വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളൊന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ശരിക്കും കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി കഴിഞ്ഞാൽ. ഇനി മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത്
ഈ വാലിഡേഷൻ എന്ന് പറയുന്ന കാര്യം എന്തോ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. പ്രശ്നക്കാരനായ കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്കത് അടുപ്പിക്കാൻ പറ്റില്ല എന്നാണ് പല പേരൻസും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വാലിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികൾക്ക് ഒന്നിനുള്ള പെർമിഷൻസ് കൊടുക്കലല്ല, അവരുടെ ബിഹേവിയറിനെ ഇഗ്നോർ ചെയ്യലല്ല, അവരോട് എപ്പോഴും യെസ് പറയലല്ല, അവർ വേണ്ട ആവശ്യങ്ങളെല്ലാത്തിനെയും സാധിച്ചു കൊടുക്കലുമല്ല. മറിച്ച് ബിഹേവിയറും അവരുടെ ആക്ഷൻസും ഫീലിങ്സും ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കലാണ്.